गाइस वेलकम बैक टू आवर चैनल। एंथनी के एक नए पार्ट के साथ आ गए हैं। तो हम लोगों ने देखा कि जो जेसी की बेटी है वो अब एंथनी के साथ रहेगी। एंथनी के साथ रहेगी और एंथनी उसको प्रॉपर प्रोटेक्ट करेगा। वही बाकी देखते हैं कि पार्ट कैसा होता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। കൊച്ചെ പഠിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ മതി. മടിയൊന്നും വിചാരിക്കണ്ട. ഈ പൊളച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും നടത്തണമെന്നുള്ളതേ. ആന്റണി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോളച്ചനെ അറിയിച്ചോളാം. ആന്റണി വിട്ടോ. ആന്റണി പോലെ ആന്റണി അല്ലേ ആൻമേരിയുടെ ലോക്കൽ ഗാർഡിയൻ? പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു. ഞാൻ പ്രിയമത, ആൻമേരിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാ. വരൂ. പ്രിൻസിപ്പൾ ഒന്ന് കാണുന്നു പറഞ്ഞു. വരൂ. പിന്നെ പ്രിൻസിപ്പൾ ഇസ് എ വെരി ടഫ് ഡിസിപ്ലിനേറിയൻ. യു ഹാവ് ടു ബി ലൈക്ക് ഒന്ന് നോക്കി കണ്ടൊക്കെ നിക്കണേ. എനിക്ക് ഇന്നിപ്പോ അറിയത്തുള്ളൂ ടീച്ചറെ. यार कैसा है यार, लफंगा जैसा बिल्कुल एंथनी। गुंडा टाइप वही। എന്താ പേര്? ആന്റണി. പോളച്ചൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ 3 വർഷം മുമ്പ് ഈ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തത്. ഓ, യു നോ ഹെർ ഇൻട്രസ്റ്റ് ഈസ് മോർ ഓൺ വയലൻസ് ദാൻ അക്കാഡമിക്സ്. അഹിംസ കഴിഞ്ഞ में ചാമ്പ്യൻഷിപ്പിൽ ഒരു പയ്യനെ ഈ കുട്ടി ബ്രൂട്ടലി അറ്റാക്ക് ചെയ്തു. ദ ബോയ് വാസ് ഹോസ്പിറ്റലൈസ്ഡ്. അന്ന് അവനെ സ്പോർട്സ് തന്റെ വെഞ്ചൻസ് തീർക്കാനുള്ളതല്ല. ഹോസ്റ്റലിലും താൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. അന്തസ്സുള്ള കുടുംബത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണിത്. ഇനി ഇവിടെ തന്റെ തൊട്ടി സംസ്കാരം ഉറക്കൽ ഐ വിൽ നോട്ട് ടോളറേറ്റ് ഇറ്റ്. यार कितना गंदा ट्रीट कर रहा है उसको। ए लोकल गार्डियन, हे लोकल गार्डियन, ऐसे कौन बात करता है किसी से? ഈ കുട്ടിയെ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് കൈയും വീശി പോയാ പോരാ. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് അന്വേഷിക്കണം. बट एंथनी चुप है। वही, क्योंकि उसको पता है वो कुछ बोलेगा तो फिर എന്താ കൊളായി പോയിട്ട്? ഏതാ ഈ സാധനം? നിന്റെ ആ പ്രിൻസിപ്പാള് നിന്റെ ബന്ധമുണ്ട് അല്ലെങ്കിൽ അവന്റെ പെട്ടാർന്നൊന്ന് ഞാൻ കൊടുത്തേനെ. വൃത്തിയായിട്ടാണ്. अच्छा रिश्तेदार है उसका। നീ അവളുടെ പഠിപ്പ് കഴിയുമ്പോ അവന്റെ കിഴിവേലെടുത്ത് 2 കൊടുത്തോ? ഒരു കുഴപ്പമില്ല. ആ, അത് മിക്കവാറും കാന്താരനെ കൊടുത്തോളും. वही। ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ വഴിയിലൊരു മതിലിട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണിക്കോണ്ടേ? ഇത് വല്ലാത്ത ചതിയായി പോയി ബഷീർ മാപ്പിള. ഇതെന്റെ പറമ്പ്, എന്റെ വഴി. ഇവിടെ മതിൽ വേണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. ബഷീറെ, പാവങ്ങളുടെ പട്ടയം തട്ടിയെടുത്തതും പോരാ, സർക്കാരിന്റെ പുറംപോക്കിലാണ് വീട് പണിതേക്കുന്നത്. ഇനി അവരുടെ വഴി കൊടുത്താൽ सरकारी മുടക്കിയാ जमीन पे ഞങ്ങള് പൊളിക്കും. പൊളിക്കോ? അതൊന്ന് കാണണല്ലോ. മാപ്പിളെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ, ഞാൻ പറയട്ടെ. എന്ത് പറയാനാടോ? ഹലോ ആന്റണി, ഒന്ന് കോളേജ് വരെ വരണം. ആൻമേരിയ എന്നാ ടീച്ചറെ, കൊച്ചിനെന്തെങ്കിലും? ആ ഒരു ചെറിയ एनमेरिया പ്രശ്നമുണ്ട്. ഒന്ന് വരണം. क्या हुआ होगा मेरी को? ഒന്നും പറയണ്ട. എന്നെ കൊക്കിന് ജീവനോടത്തോളം ഈ മതിൽ പൊളിക്കില്ല, പൊളിപ്പിക്കത്തൂല. കട്ടായാണോ? ആ കട്ടായാണ്. मार देगा। क्या मारेगा तो नहीं। രതീഷേ, हो तोड़ो रे। उसकी दीवार तोड़ रहे हैं। ആർക്കാണ് പൊളിക്കേണ്ടത്? ആർക്കാണ് മതിൽ പൊളിക്കേണ്ടത്? ബഷീറിന്റെ നെറ്റ് പൊളിച്ചിട്ട് നീക്ക മതിൽ പൊളിക്കത്തുള്ളൂ. അതിന് നിങ്ങളെ മതിൽ പൊളിക്കാനല്ല, വീട് പൊളിക്കാനാണ് ആശാൻ പറഞ്ഞത്. എടുക്കണം വണ്ടി. हो उसके घर को गिराने के लिए। എന്താ വീട് പൊളിക്കല്ലേ? മതിൽ പൊളിച്ചോ? നിർത്തിക്കോ. अब मान गया, अब दीवार तोड़ने के लिए मान गया। ഇതുപോലുള്ള തന്റെ അട്രോസിറ്റീസ് ഞാൻ വെച്ചു ഉറപ്പിക്കത്തില്ല. ഐ ടോൾഡ് യു ഐ വിൽ നോട്ട് ടോളറേറ്റ് ഇറ്റ്.
എന്നാ अब क्या क्या एन मैरी ने എന്നാ വെച്ചേ ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോൾ വഴക്കായി. ഈ ചെറിയ കാര്യത്തിനാണോ സാറേ എന്നെ വിളിച്ചത്? താൻ ഈ കുട്ടിയെ നോക്കണോ? इसका तो हाल बेहाल है. ഓടി വടക്കേ. നീ എന്താ വിളിച്ചേ? വടക്കേന്ന്. हो എന്നെ വടക്കേന്ന് വിളിച്ചോണ്ടാ ഞാൻ അടിച്ചത്. കണ്ടോ? ലുക്ക് അറ്റ് ഹർ അറഗൻസ്. तो हाँ उसने भी तो करा था ना. കൊച്ചേ ഒന്ന് എന്നെ വടക്കെന്ന് വിളിച്ച് ഇനി ഞാൻ അടിക്കും. ഒന്നും മിണ്ടാരി വെച്ചേ. സാറേ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. തവണത്തേക്കൊന്ന് उनको सॉरी बोलेगा കൊച്ചേ क्या वो? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവളുടെ ഭാഗത്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾക്ക് വേണ്ടി സോറി. ये तो उसको गुस्सा ही हो गई है See, एंथनी से. she is the limit. Sir, please, sir. She won't repeat it. I will take care of her. यार लोग समझते क्यों नहीं है कि यार वो ऑर्फन है, उसे सब उसके साथ क्यों ट्रीट कर रहे हैं. ആന്റണി ആന്റണി എന്തിനാ ക്ഷമ ചോദിക്കാൻ പോയെ? ഇപ്പൊ അവളെ മര്യാദക്കാരി, ഞാൻ സ്കൗണ്ടറുമായി. അവളല്ലേ തെറ്റിയത്? ഇവിടെ കുറച്ചു കാലം കൂടി പഠിക്കേണ്ടതല്ലേ കൊച്ചിനെ? ഒന്ന് ക്ഷമിക്കേ, നടങ്ങ്. വെറും വിടക്ക് സ്വഭാവം അല്ലേ? നിങ്ങൾക്ക് ചിരി. ഞാൻ അമ്മാര് പ്രശ്നത്തിൽ വെക്കണ സമയത്താ ഇച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞൊരു കോളും. ये शायद हेल्प करेगी ना. എല്ലാം കപ്പയാണോടി? ഓ വാ കഴിക്കാം. അല്ലച്ചോ, ഈ അന്നക്കൊച്ചൊരു അമ്മയുടെ വീട്ടുകാരും ഇല്ലയോ? ഇല്ലടാ, സേവ്യർ കുറച്ചാളെ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ വന്നു കയറുമ്പം ഭാര്യയും ഈ കൊച്ചുമായിട്ടൊക്കെയാണ് വന്നത്. ഞാൻ തന്നെ ഈ ജെസ്സിയെ കാണുന്നതെന്ന് ആദ്യമായിട്ടാ. അവൾക്ക് അങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഇന്റർനാഷണൽ വേഷന് ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കും. എന്നതായാലും ഈ അടകുടം ആശന്റെ തോളത്ത് തന്നെ വെച്ച് കൊടുത്തല്ലോ. അതെന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളൊക്കെ അടിപിടി ഉണ്ടാക്കിയ വലിയ ആനക്കാര്യം, അവള് കോളേജിൽ അടി ഉണ്ടാക്കിയ വലിയ പ്രശ്നം. ഹലോ, ഞങ്ങളങ്ങനെ ചുമ്മാ അടി ഉണ്ടാക്കാറില്ല. അവളും ചുമ്മാതാവില്ല. यार ये भाई എന്താടി എന്നെ ഓടിയിട്ടാടി ഇത്? ഞാനല്ല, ആന്റണിയുടെ ജീപ്പ് വന്ന് കയറിയപ്പോ ഞാൻ പെട്ടെന്ന് ചവിട്ടിയതാ. നീ എന്നെ കൊല്ലാൻ പോവാണോടാ? ആ നിങ്ങളെ മാത്രമല്ല എന്നാത്തിന്? പ്രശ്നം തീർക്കാൻ ഇത് 8ാമത്തെ തവണ ഞാൻ ആ കോളേജിൽ പോണേ. महीने में 8 बार. ഓരോ തവണ പ്രശ്നം തീർക്കും, വീട്ടിലെത്തും, കോള് വരും. आएगा यार. അതെ. अब क्या क्या? ആ ടീച്ചറെ, ആന്റണി എത്താറായോ? ഞാൻ പ്ലെയിനിലല്ല വരുന്നത്, ജീപ്പേല വരാം. ये तो उसका घर ही बन गया है. इसको प्यार हो रहा है रुपये से शायद. कैसे देख रही है ना टुकुर टुकुर करके अंदर. വണ്ടി എടുക്കടി. നീ എന്നെ അവനെ തന്നെ നോക്കി നിൽക്കാണോ? ഞാൻ അങ്ങേരെ ഓ. നോക്കി എങ്ങനെ മനസ്സിലായി? ആന്ധ്രപ്പേരും തല ഉസിലുള്ള ആമ്പടുന്നവല്ലേടി. ഓ പിന്നെ अब क्या हुआ है? ये तो कुछ सीरियस मैटर लग रहा है. वो उसको क्यों पीछे भाग रही है उसके? ये तो लड़कों को भी धोती है भाई, वॉशरूम में जा जाके. वाह भाई, वॉशरूम में जा तो उसको पर इसने ऐसा किया क्या है? किया क्या है पर इसने ऐसा?
इस बार तो सच में ही बहुत ही गंदा नुकसान I है। told you she's बस dangerous and notorious. She's an inborn criminal. पैदाइशी പിള്ളേരെ क्रिमिनल പിടിച്ച് है। മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവളിവനെ കൊന്നു കളഞ്ഞേനെ. ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. വല്ല ഡിറ്റൻഷൻ സെന്ററിലും കൊണ്ടുപോയി തള്ളുക. I am going to terminate you. സാറേ ഒരു നിമിഷം എന്നാ വെച്ച പ്രശ്നം ആ, അത് ഇയാളെ കണ്ട മനസ്സിലാവുന്നില്ല. നിക്ക് സാറേ ഞാനൊന്ന് वही ചോദിക്കട്ടെ? കൊച്ചു പറ എന്നാ പ്രശ്നം? എന്നോട് ഇതിന് ഇഷ്ടമെന്ന് പറഞ്ഞു. അതാണോ പ്രശ്നം? എനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞതാ. അതായിരുന്നു പ്രശ്നം. എന്നിട്ട് എന്റെ പിന്നാലെ നടക്കും, പുറകെ നടന്ന് വൃത്തിയോട് പറയാം. ठीक किया तब तो। വീഡിയോ എടുക്കാം. കുറെ ക്ഷമിച്ചതാ ഞാൻ. എന്നെ ബ്ലോക്ക് ചെയ്തപ്പോ വഴിമാറാൻ പറഞ്ഞതാ. അതി തെണ്ടി പറയാം. അവനെന്താ പറഞ്ഞേ? നീ നിന്റെ അപ്പനെ കൊന്നവന്റെ കൂടെ കിടക്കണോളല്ലേടി. अब तो सही हुआ। അടിക്കടി അവനെ पहली बार एंथनी ने इसका साथ दिया। What nonsense. അങ്ങനെയെങ്കിൽ അങ്ങനെ സെക്യൂരിറ്റി, കോൾ സെക്യൂരിറ്റി, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. इसको दिख नहीं रहा है क्या इस സാറ് प्रिंसिपल को? കുറച്ചാളായി കൊച്ചിന്റെ മെക്കിട്ട് കയറുന്നു. ആര് കുറ്റം ചെയ്താലും സാറിന് വിള കുറ്റക്കാരി. സാറിനുള്ള ഡിസ്മിസും ചെയ്യണം അല്ലേ? ഇവിടെ പഠിത്തം മുടങ്ങണ്ടെന്ന് വെച്ചിട്ടാ ഞാനിതിൽ ഇടപെടായിരുന്നു. നീ ആരടാ? നിന്നെ കണ്ട അന്ന് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. നീ ഇവിടെ ഡിസ്മിസ് ചെയ്യോടാ? ये हुई ना बात। നീ ഇവളുടെ കാര്യത്തിൽ എങ്ങാനും ഇടപെട്ട പൊന്ന് ഇടിച്ച് നിന്നെ നെഞ്ചാം കൂടി ഞാൻ പൊട്ടിക്കും. भाई प्रिंसिपल की तो बैंड बजा दिया। प्रिंसिपल डिजर्व ही ये करता था। ലോക്കൽ ഗാർഡിയൻ वो भी खुश हो रही है। കേടാ ये तो खुश है कि भाई क्या साथ दिया है भाई एंथनी ने एना का। രാജാ உன்னோட பெயில் அப்ளிகேஷன் ரிஜெக்ட் ஆயிடுச்சு. போலீஸ் சூப்பரண்டன் பொண்டாட்டியை சுட்டுட்டு அப்படியே போயிடலான்னு நினைச்சியா? தமிழ்நாடு போலீஸ்டா, நீ எங்கேயும் போக முடியாது. இந்த ஜெயில தான் உன்னோட சாவு. ये गरम करो। अरे अब आया पुलिस का पावर। मुंह पे थप्पड़ ही लगा दिया उसने। वो तो बड़ा ही खतरनाक। वही तो। यार बहुत शॉकिंग था, बहुत ज्यादा शॉकिंग था। और जो अभी इंटरवल पे दिखाया ना हम लोगों को, वो पता नहीं कौन ही है, लेकिन फाइनली एंथनी ने साथ दिया है एना का। कलाकार मुझे बहुत अच्छा लगा। अब वो भी खुश है, लड़की भी, वही। एना भी, कि एंथनी भी उसका साथ दे रहा है, तो वो चीज काफी अच्छी वही। और एंथनी ना उसका साथ तो स्टार्टिंग से दे रहा था, बट वो इग्नोर वो, कर रहा था। हाँ, वो मिसअंडरस्टैंडिंग थी वही दोनों के बीच में वही कुछ। पढ़ाई को लेकर वो चाहता था हम्म। कि वो पढ़ाई उसकी इफेक्ट ना करे, लेकिन जब उसने प्रिंसिपल को वो बोला ना कि भाई तू है कौन, तो मेरे को ऐस छोटी सी बच्ची को ही तू हमेशा पता, तो वो देखकर मजा आ गया। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए। अगर इस चैनल को सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू वीडियो के साथ, तब तक के लिए बाय।